ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കുമ്പോ ഓക്കെ. വായിലിങ്ങനെ എരിച്ചില് പോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്ക. ഉം. കീമോയും റേഡിയേഷനും എല്ലാം ചെയ്തു നോക്കി. അതിനുശേഷം ഇവിടെ വന്ന് ഉം. ഡിസംബറിൽ ടാബ്ലറ്റുമായി കൊണ്ടുപോയേ. ഈ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ഫ്രീ ആയി. ഉം. പ്രൗഡ് ടു പുനർജൻ ആയുർവേദം മാഡം. ഓക്കെ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ആണുള്ളത്. ഇവര് ഓൾറെഡി 1 മാസത്തോളമായി മരുന്ന് കഴിക്കുന്നു. പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയും ആദ്യം മുതൽ ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ക്യാൻസർ സംബന്ധമായി ഇവർക്കുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. സർ നമസ്കാരം. പേരെന്താണ്? നമസ്കാരം. ഋഷി മാഡം. പേഷ്യന്റ് പേരെന്താണ് സർ? ശാന്തമ്മ. ശാന്തമ്മ. ഏജ് എത്രയുണ്ട് സർ? 50 ഉണ്ട്. എവിടെ നിന്നാ വരുന്നത്? തിരുപ്പതിന്ന്. തിരുപ്പതി. ഓക്കെ ഉം. ഓക്കെ. സർ ആദ്യം മുതൽ ഒന്ന് പറയാമോ? ക്യാൻസർ ആയിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്? ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അമ്മയ്ക്ക്? ഇതിനു മുന്നേ വളരെ സീരിയസ് ആയിരുന്നു. ഓക്കെ. ഡെയിലി കഴിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്ത് കഴിച്ചാലും വയറ്റിലിരിക്കില്ല, മൊത്തം പുറത്തു വരുമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നു. ഡിസംബറിൽ വന്ന് ടാബ്ലറ്റുമായി കൊണ്ടുപോയി. ഉം. ഡെയിലി രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന് ഉം. അങ്ങനെയാ കഴിക്കുന്നത്. ഒരു മാസം വലിയ മാറ്റം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഉം. ഫുഡ് കഴിക്കാനും ഇഡലി കഴിക്കാനും എല്ലാത്തിനും നേരത്തേനേക്കാളും വളരെ ആക്റ്റീവായി. ഉം. മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓക്കെ. വളരെ ആക്റ്റീവായി. ഇപ്പോൾ ഓക്കെ. നടക്കാനും ജോലി ചെയ്യാനും ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് ഇതൊന്നും ചെയ്യാൻ ഇല്ല ഇല്ല പറ്റില്ലായിരുന്നല്ലേ? പറ്റില്ല. ഓക്കെ. കുറച്ചു നേരം ഇരിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയും. അമ്മയ്ക്ക് എന്ത് ക്യാൻസറാ സർ? അമ്മയ്ക്ക് കോളൻ ക്യാൻസറാ. കോളൻ ക്യാൻസർ അല്ലേ? സർ ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് എന്തുകൊണ്ടാ വന്നേന്ന് അറിയാമോ സർ? അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു സർ? അതായത് പെയിൻ, വൊമിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമല്ല. ഉണ്ടായിരുന്നോ? എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്ത് കിട്ടും. ഓ. ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ മാറ്റമുണ്ട്. ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഈ ഓക്കെ. ടാബ്ലറ്റ് കഴിക്കുന്നതിന് മുൻപ് ഫുഡ് ഇവിടെ നിൽക്കും. കീമോ റേഡിയേഷൻ ചെയ്യുമ്പോൾ പോലും അങ്ങനെയായിരുന്നു. ഉം. ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെയൊന്നുമല്ല. ആഹാരം കഴിക്കാനും ജ്യൂസ് കഴിക്കുന്നതൊക്കെ വളരെ ഫ്രീ ആയി. കീമോ കൊടുത്ത സമയത്തായിരുന്നോ സർ? അതെ അതെ അങ്ങനെ ഓക്കെ. തന്നെയായിരുന്നു. സർ ഈ കീമോ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് ഈ ക്യാൻസർ എന്തുകൊണ്ടാ വന്നേന്നുള്ള കാരണം അത് അറിയാമോ സർ സാറിന്? അതെന്താന്ന് വെച്ചാൽ മോശം ഓ പോവില്ല. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നല്ലേ? ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഓക്കെ. CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാ അതെടുത്തിരുന്നല്ലേ? കോളൻ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് ഓക്കെ. മനസ്സിലായത്. ഓക്കെ. സോ സാർ ഇവിടെ ആദ്യം വന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ? ഉം, ഉം, ക്യാൻസർ എങ്ങനെ ഉണ്ടാകും? ഉം. ഇപ്പോ 1 മന്ത് എക്സ്പീരിയൻസ് ആയില്ലേ? ഉം, നല്ല ഉം, മാറ്റം ഉണ്ടല്ലേ സർ? ഉം. സാറിനോട് ചോദിക്കുന്ന ആരോടെങ്കിലും പറയോ സാർ ഈ തീർച്ചയായിട്ടും. ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ? എന്താ പറയാ സാർ? അതായത് പുനർജൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. എന്റെ അമ്മയെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ആഹാരം ഉം. കഴിക്കുന്നതൊക്കെ ഉണ്ട്. കീമോ റേഡിയേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, വേഗം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയും. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഉം, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഉം. എന്തായാലും നല്ല മാറ്റങ്ങളുണ്ടല്ലോ. സാറിന് എന്താണ് എല്ലാവരോടും പറയാനായിട്ടുള്ളത്? പ്രൗഡ് ടു പുനർജൻ ആയുർവേദം. അതാ ഓക്കെ. എനിക്ക് പറയാനുള്ളത്. ആദ്യം എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഒന്നും കഴിക്കില്ലായിരുന്നു. 1 ഇഡലി 2 ഇഡലി മാത്രം കഴിക്കും. അതിനുശേഷം 8-10 ഇഡലിയായി കഴിക്കും. നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. ഉം. ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയപ്പോൾ നേരത്തെ ഉം. ഉണ്ടായിരുന്നതിനേക്കാളും ഒക്കെ നല്ല ചുറുചുറുക്കായി. ഓക്കെ. അതുകൊണ്ടാ വീണ്ടും വാങ്ങാൻ വന്നത്. ഓക്കെ. ഫസ്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 2 മാസം ഗ്യാപ്പ് വന്നു. ഓക്കെ. ഇപ്പൊ വീണ്ടും വാങ്ങാൻ വന്നതാ. ഓക്കെ. സാർ എന്തായാലും മെഡിസിൻ ഇല്ല. നിർത്തരുത്. അങ്ങനെ തന്നെ ഉം, കണ്ടിന്യൂ ഉം, ചെയ്തോളൂ. ഉം. സാറിന്റെ അമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ വീട്ടിലാ ഓ ജോലിയൊക്കെ ചെയ്ത് ഓക്കെ. ഹാപ്പി ആയിട്ടിരിക്കും. ഇതിനു മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ സർ? അതെ, ഇതിനു മുന്നേ ജോലി ചെയ്തോണ്ടിരുന്നിരുന്നതാ. ഇപ്പൊ അങ്ങനെ പറ്റാത്തോണ്ട് അത് നിർത്തിയതാ. ഉം. സാറിന്റെ അമ്മയ്ക്ക് കുടുംബത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടോ സർ? പിന്നെ ഉണ്ട്. എന്തായാലും അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ അതെ ഭേദാവട്ടെ. അതെ. ഓക്കെ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മെഡിസിൻ ഒക്കെ ഓ കണ്ടിന്യൂ ശരി. ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ ഭേദായിക്കോളൂ. ഉം. 6 മന്ത്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ശരി. സർ. ഓക്കെ. താങ്ക് യു. താങ്ക് യു.